ഗൈസ്, ഇന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കുറച്ച് ബേസിക് നല്ല നല്ല രസകരമായിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് മനസ്സിലാക്കാൻ പോകണം കേട്ടോ. കുറച്ച് ദിവസമായി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബൈബിളിൽ നിന്ന് നമുക്ക് ഒരു പുസ്തകമുണ്ട്, അപ്പോസ്തല പ്രവർത്തികൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ്. ആ ബുക്കിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം. ഓക്കെ, ആക്ട്സിന്റെ ചാപ്റ്ററാണ്. ബൈബിളിൽ ഇപ്പം പല പല അധ്യായങ്ങളും അതിനകത്ത് പല പല വാക്യങ്ങളുണ്ട്. അപ്പം 10ാമത്തെ അധ്യായത്തിൽ നിന്നും കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഓക്കെ, അതിന്റെ ടോപ്പിക് ഇങ്ങനെയാണ്: കൊർണീലിയസ് കോൾസ് ഫോർ പീറ്റർ. At Caesarea there was a man named Cornelius, a centurion in what was known as the Italian regiment. He and his family were devout and fearing God. He gave generously to those in need and prayed to God regularly. One day at about 3 in the afternoon, he had a vision. He distinctly saw an angel of God who came to him and said, "Cornelius." Cornelius stared at him in fear. "What is it, Lord?" he asked. The angel answered, "Your prayers and gifts to the poor have come up as a memorial offering before God. Now send men to Joppa to bring back a man named Simon, who is called Peter. He is staying with Simon the tanner, whose house is by the sea." When the angel who spoke to him had gone, Cornelius called 2 of his servants and a devout soldier who was one of his attendants. He told them everything that had happened and sent them to Joppa. ഇവിടെ നമുക്ക് കൊർണീലിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് വായിക്കാം. മലയാളം ബൈബിളിൽ അതിൽ പറയുന്നത്, ഞാൻ ജസ്റ്റ് ആയിട്ട് 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. കൈസീരിയയിൽ ഇത്താലിക്ക എന്ന സൈനിക വിഭാഗത്തിൽ കൊർണീലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടില്ലേ, ആ വാക്കെന്തായിരുന്നു? സെഞ്ചൂറിയൻ. മലയാളത്തിൽ അതിനെ ശതാധിപൻ എന്ന് പറയും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കുറച്ച് വായിച്ച കാര്യങ്ങൾ ഞാൻ ബേസിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഒരു സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ, ഹൂ ഇസ് എ സെഞ്ചൂറിയൻ? ഹി ഈസ് എ പ്രൊഫഷണൽ ഓഫീസർ ഇൻ ദ ആർമീസ് ഓഫ് ഏൻഷ്യന്റ് റോം ആൻഡ് ഇറ്റ്സ് എംപയർ. Most of the centurions were of plebeian origin. They received much higher pay and a greater share of the spoils than did common soldiers. They had over 100 soldiers under him. He had over 100 soldiers under him whom he commanded. So, ഇവിടെ നമുക്കൊരു കാര്യം നമുക്ക് കാണാം. ഈ സെഞ്ചൂറിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടിയിൽ 100ഓളം സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. He was of പ്ലീബിയൻ ഒറിജിൻ എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ റോമിൽ 2 ടൈപ്പ് സിറ്റിസൺസ് ഉണ്ടായിരുന്നു. ഒന്ന് പ്ലീബിയൻ ഒറിജിനും മറ്റൊന്ന് പെട്രീഷ്യൻ ആൾക്കാർ. പ്ലീബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആൾക്കാരാണ്, കോമൺ മാൻ. പെട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒറിജിനുള്ള ആൾക്കാരുമുണ്ട്, പ്ലീബിയൻ ആൾക്കാരുമുണ്ട്. സോ പ്ലീബിയൻ ഒറിജിനിൽ പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ബോത്ത് ഓഫ് ദം ആർ ഫ്രീ ആയിട്ടുള്ള സിറ്റിസൺസ് ആണ്. സോ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പണ്ട് ബ്രിട്ടീഷ് എംപയർ ഭരിച്ചിരുന്നത് പോലെ, ഇന്ത്യയിലെ ഭരിച്ചിരുന്നത് പോലെ തന്നെയായിരുന്നു ഇസ്രായേലിനെ റോം പണ്ട് ഭരിച്ചിരുന്നു. അപ്പോൾ ഈ പുള്ളിയെ, ഈ കൊർണീലിയോസ് എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുക. ആ ഇറ്റാലിയൻ റെജിമെന്റിലുള്ള ആൾക്കാർ വന്ന് താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ഇസ്രായേലിലായിരുന്നു, കൈസരിയ എന്ന് പറഞ്ഞ സ്ഥലം. കൊർണീലിയോസിന്റെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ഒരു കോമൺ മാന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ബേസിക്കലി ആ ഭാഗം വായിച്ചപ്പോൾ എന്റെ ഉള്ളിലൂടെ ദൈവം ഇടപെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ കൊർണീലിയോസ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചു വളർത്തപ്പെട്ടത് റോമിലായതുകൊണ്ട്, അതായത് ഒരു റോമൻ സിറ്റിസനായി വളർന്നതുകൊണ്ട് താൻ ഒരു കാലത്തും യഹൂദന്മാരുടെ ദൈവത്തെ അറിയാൻ യാതൊരു സാധ്യതയുമില്ല.
തന്റെ റെജിമെന്റിനെ അവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ താൻ ഇസ്രയേലിൽ വരികയും തന്റെ സ്വന്തം ട്രഡീഷൻസ് താൻ കണക്കിലാക്കാതെ അവിടെ വെച്ച് ഈ യഹോവയായ ദൈവം, ഇസ്രായേലിലെ പണ്ട് യഹൂദന്മാര് വിശ്വസിക്കുകയും അവര് ആരാധിച്ചു പോരുന്നത് യഹോവയായ ദൈവത്തെയാണ്. ഏക ദൈവം, യഹോവയായ ദൈവം എന്നാണ്. തനിക്ക് ഒരു ഓപ്പൺ ഹാർട്ട് ഉണ്ടായിരുന്നു, ഒരു തുറന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ നോക്കുവാണെങ്കിൽ താൻ ഇത്രയും നാൾ ആരാധിച്ചു പോരുന്ന ദൈവങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം ആരാധിച്ചു പൊയ്ക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇവിടെ എത്തിയപ്പോൾ കൂടുതലായി യഹൂദന്മാർ വളരെയധികം സീലോടുകൂടി അവരുടെ ദൈവത്തെ, ഏക ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ദൈവത്തിങ്കിലേക്ക് അടുത്തു. അങ്ങനെ താൻ അവരുടെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ യഹോവയായ ദൈവം തന്നെ ചെങ്കടൽ പിളർത്തിയതും അവർക്ക് മന്ന പൊഴിച്ച് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതും, അങ്ങനെ പല പല കാര്യങ്ങൾ ദൈവം തന്റെ ശക്തമായ ഭുജം നീട്ടി അവരെ എല്ലാവരെയും രക്ഷിച്ച, തന്റെ യഹൂദന്മാരെ രക്ഷിച്ച ആ കഥകൾ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ആ ഒരു ഹൃദയം ഉണ്ടായിരുന്നു, ഓപ്പണായി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്. അപ്പോ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും പുള്ളി ദൈവത്തെ അറിയുവാൻ തുടങ്ങിയത് എങ്ങനെയാണ്? തനിക്കൊരു തുറന്ന ഹൃദയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഏക സത്യദൈവത്തെ അറിയുവാൻ കാരണമായി തീർന്നത്. അത് ഒന്ന്. രണ്ട്, നമ്മൾ ആ ഭാഗത്ത് വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്നത് രണ്ടാം വാക്യത്തിൽ പറയുന്നു, He gave generously to those in need and prayed to God regularly. നമ്മൾ അദ്ദേഹം ദൈവത്തോട് ഡെയിലി പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ. ഇറ്റാലിയൻ റെജിമെന്റിന്റെ നേതാവ്, സെഞ്ചൂറിയൻ, ശതാധിപൻ, 100ഓളം സോൾജിയേഴ്സ് ഉണ്ട്. തനിക്ക് ഡെയിലി ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാനും ആ കാലഘട്ടത്തിൽ, അന്ന് നമ്മളെ പോലെ മൊബൈൽ ഫോണും വയർലെസ്സും ആയിട്ടുള്ള വാക്കി ടോക്കിയോ അങ്ങനെ ഒന്നുമില്ലാതെ നടന്നിരുന്ന കാലഘട്ടത്തിൽ, ഓക്കെ, അന്നൊക്കെ സ്ക്രോൾസിലായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് അത് സീൽ ചെയ്തിട്ടായിരുന്നു ഓരോരുത്തർക്ക് കൊണ്ടുകൊടുത്ത് അവരത് തുറന്നിട്ട് വേണം എല്ലാ പബ്ലിക് ഏരിയാസിലും പോയി വിളിച്ചു പറഞ്ഞായിരുന്നു അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നല്ല തിരക്കിട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലും റെഗുലർലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഒരു തുറന്ന ഹൃദയമുള്ള മനുഷ്യൻ. രണ്ട്, ദൈവത്തെ സത്യം അന്വേഷിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ, ഇത്രയും തിരക്കുകളുടെ ഇടയിൽ പുള്ളിക്ക് പ്രാർത്ഥിക്കണമായിരുന്നുവെങ്കിൽ ശരിക്കും ഒരു സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ ദൈവത്തോട് റെഗുലർലി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്ന്, ഹി ഹെൽപ്ഡ് ദ പുവർ. നമുക്ക് ഒരുപാട് പേരെ നമ്മുടെ ചുറ്റിനും ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് അനാഥാലയങ്ങളിൽ പോവുകയും ഒരുപാട് ഓൾഡ് ഏജ് ഹോംസിൽ പോവുകയും ഒരുപാട് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് എന്ന പോണം മനുഷ്യർക്ക് വേണ്ടി, ഒരുപാട് പേർക്ക് വേണ്ടി പൈസ കൊടുക്കുകയും നീതിയായിട്ടുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുകയും ദാനധർമ്മ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തത് ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ സെഞ്ചൂറിയന്റെ ജീവിതത്തിൽ ഇതോടെ കാണുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി തന്റെ അടുക്കൽ വന്ന് ദൈവത്തിനുള്ള എന്തോ ഒരു ആശയം, അല്ലെങ്കിൽ മകനെ നീ ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ നീ അറിയേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതിലോട്ടാണ് വരുന്നത്. നീ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ ആ ദൂതനിലൂടെ, ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഞ്ചൽ, മെസ്സഞ്ചർ. ആ മെസ്സേജ് ഞാൻ ഈ ദൂതനിലൂടെ നിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറൊരു പ്രത്യേകത കൊർണീലിയസിനുണ്ടായിരുന്നത്, വളരെ ജെനുവിനായ ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ റീസൺ ഞാൻ പറയാം. വളരെ ജെനുവിനായിരുന്നു എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറയാം. 100ഓളം സോൾജേഴ്സിന്റെ ഹെഡായ ഒരു വ്യക്തി, ഒരു സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മുടെ നാട്ടിൽ നമ്മുടെ SI, CI നമുക്കറിയാലോ, അവരെപ്പോഴെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ ഞാൻ ഓഫീസിൽ പോലും ഒരു സീനിയർ മാനേജ്മെന്റ് ആരും പേടിയോ ദുഃഖമോ ഭയമോ ഒന്നും പുറത്ത് കാണിക്കത്തില്ല. നമ്മളെല്ലാവരും അങ്ങനത്തെ വ്യക്തികളാണ്. നമ്മളങ്ങനെ ആരെങ്കിലും പേടിച്ചതായിട്ട് പറയും. പ്രത്യേകിച്ച് ഈ ഒരു സെഞ്ചൂറിയനായ ഒരു വ്യക്തി ഓപ്പൺലി ഇവിടെ പറയുകയാണ്, താൻ പേടിച്ചുപോയി ആ ദൂതനെ കണ്ടപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് എ വെരി ജെന്യുവിൻ മാൻ. നമ്മുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ട്
നമ്മുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ കണ്ടു, എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, പിന്നെ എനിക്കറിയായിരുന്നു ഞാനൊരു നല്ല വ്യക്തിയാണെന്ന്, അതുകൊണ്ട് ഇങ്ങനത്തെ സ്വർഗീയമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്നുള്ള ഒരു അഹംഭാവമൊക്കെ പിന്നീട് ആദ്യം പേടിച്ചെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ ഇന്റർവ്യൂവിലൊക്കെ അവര് അങ്ങനെ മാറ്റി പറയും. നമ്മുടെ ചുറ്റും നമ്മൾ അങ്ങനത്തെ ആൾക്കാരെയുള്ള കാണുന്നത്. പക്ഷെ ഈ വ്യക്തി ഈ അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്ന ബുക്ക്, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ലൂക്ക് എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനാണ്, ഒരു ഡോക്ടറാണ്. അദ്ദേഹം ബൈബിളിൽ ഇതിനു മുമ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ പുള്ളി പ്രത്യേകമായിട്ട് ചെയ്യുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഇൻഫർമേഷനേക്കാൾ കൂടുതൽ താൻ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കൂടുതലും എൻ്റർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പുള്ളി കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കൊർണേലിയോസ് stared at him in fear. What is it, Lord? he asked. So ഇതിൽ നിന്ന് നമുക്ക് നാലാമതൊരു ഗുണം കൂടെ കൊർണേലിയോസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, താൻ ഒരു ജെനുവിനായ വ്യക്തിയായിരുന്നു. ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഒന്ന്, താൻ തുറന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു. രണ്ട്, താൻ തന്നെത്താനെ താഴ്ത്തി, എത്ര ബിസി ഷെഡ്യൂൾ ഉണ്ടായിരുന്നാലും അതിന്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മൂന്ന്, താൻ പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നാല്, താൻ വളരെ ഹൃദയത്തിൽ ഒന്നും വെക്കാത്ത ജെനുവിനായ യഥാർത്ഥമായ സ്വഭാവം, ഉള്ളിലൊരു സ്വഭാവമല്ല, ഉള്ളിലൊരു സ്വഭാവം പുറത്ത് മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തിയല്ല, ജെനുവിനായ ഒരു മനുഷ്യനായിരുന്നു. ഈ സവിശേഷതകൾ കാരണമാണ് ദൈവം ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് തന്റെ അടുക്കൽ അയച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇനി കേൾക്കുന്നത്. എന്തുവാണ്? നീ ആളെ അയക്ക്. എങ്ങോട്ട്? ജോപ്പയിലേക്ക്. അവിടെ ആരാണുള്ളത്? അവിടെ കൃത്യമായ ഇൻഫർമേഷൻ. സൈമൺ എന്ന് പറയുന്ന ടാനറിന്റെ വീട്ടിൽ, ടാനർ എന്ന് അറിയാലോ, ലെതർ വർക്ക്, ടാനറിന്റെ വീട്ടിൽ താമസിക്കുന്ന സീമോൻ എന്ന് പേരുള്ള പത്രോസ്. ഈ പത്രോസിന്റെ ഈ കാര്യങ്ങൾ കൊർണേലിയോസിന്റെ വീട്ടിൽ നടക്കുമ്പോൾ, എവിടെ? കൈസീരിയയിൽ നടക്കുമ്പോൾ പാരലലി വേറൊരു സെറ്റ് ഓഫ് ഈവന്റ്സ് ആണ് നടക്കുന്നത്. യേശുവിന്റെ സ്വന്തം ശിഷ്യനായ പത്രോസ് വീട്ടിൽ, ജോപ്പയിൽ സൈമൺ ദ ടാനറിന്റെ വീട്ടിൽ താമസിച്ച് വിശക്കുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി ആ സൈമൺ ദ ടാനറിന്റെ വീടിന്റെ ടെറസിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ താൻ ഒരു ദർശനം കാണുന്നു. അത് ഞാൻ സ്പീഡിൽ വായിക്കാം. He became hungry and wanted something to eat. And while the meal was being prepared, he fell into a trance. He saw heaven opened and something like a large sheet being let down to earth with its four corners. It contained all kinds of four-footed animals as well as reptiles of the earth and birds of the air. Then a voice told him, "Get up, Peter, kill and eat." "Surely not, Lord," Peter replied, "I have never eaten anything impure or unclean." ഇനി ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. പത്രോസ് ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാർക്ക് കോഷർ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളായിരുന്നു. ഈ കോഷർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ മാത്രമേ അവർക്ക് ചില ആഹാരങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ചില ആനിമൽസിനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇനി പത്രോസ് ആരുടെ കൂടാണ് നടന്നത്? യേശുവിന്റെ കൂടെ, യേശുവിന്റെ ശിഷ്യനായിരുന്നു. യേശു വന്നപ്പോൾ ബൈബിളിലെ പഴയ നിയമങ്ങളെല്ലാം ചേഞ്ച് ചെയ്തത് പുതിയ നിയമമാണ് യേശു പഠിപ്പിച്ചത്. ആ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു പത്രോസ് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ യേശു പഠിപ്പിച്ച ഒരു ടീച്ചിങ് ആണ്, നമ്മൾ എന്ത് കഴിക്കുന്നു അതല്ല നമ്മുടെ ഉള്ളിൽ എന്ത് കഴിക്കുന്നു, എന്ത് ഫുഡ് നമ്മൾ കഴിക്കുന്നു അതല്ല നമ്മുടെ ഉള്ളിനെ മലിനമാക്കുന്നത്. നമ്മുടെ ഹൃദയം, നമ്മുടെ ഹാർട്ടിനകത്തുള്ള തെറ്റായ ചിന്തകൾ, വിചാരങ്ങൾ, ഈ ഹാർട്ടാണ് എല്ലാത്തിന്റെയും ഉത്ഭവം. ആ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ഉദ്ദേശിച്ചത് തന്റെ സ്പിരിറ്റ്, മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവ് കളങ്കപ്പെടുന്നത് എങ്ങനെയാണ്? തന്റെ ഹൃദയം കാരണമാണ്. ആ ഹൃദയത്തിലുള്ള കളങ്കമാണ് തന്റെ ഉള്ളിനെ, തന്റെ സ്പിരിറ്റിനെ മലിനപ്പെടുത്തുന്നത്, ആഹാരമല്ല. ഇങ്ങനെയൊക്കെ പഠിച്ച പത്രോസ്
പെട്ടെന്ന് യേശുക്രിസ്തു പോയതിനു ശേഷം, ഉയർത്തെഴുന്നേറ്റതിനു ശേഷം, തന്റെ ശിഷ്യന്മാർക്ക് മുമ്പാകെ വെളിപ്പെട്ടതിന് ശേഷം, സ്വർഗത്തിലേക്ക് അസെൻഷൻ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം കഴിഞ്ഞിട്ടും ദാണ്ടെ പത്രോസിനോട് അതിൽ നിന്ന് കഴിക്കാൻ ദൈവം പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? 4-footed ആനിമൽസ് ഉണ്ടായിരുന്നു, റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു, ബേർഡ്സ് ഓഫ് ദി എയർ ഉണ്ടായിരുന്നു. അതിനകത്ത് പല സാധനങ്ങളും യഹൂദന്മാർ കഴിച്ചുകൂടാത്തതായിരുന്നു. പക്ഷെ ആ കഴിക്കാനായിട്ട് പറയുമ്പോൾ ഷുവർലി നോട്ട് ലോർഡ്, ഐ ഹാവ് നെവർ ഈറ്റൺ എനിത്തിങ് ഇംപ്യൂർ ഓർ അൺക്ലീൻ. താൻ വീണ്ടും ആ യഹൂദ പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ കൊർണേലിയോസ് തന്റെ പാരമ്പര്യമെല്ലാം വിട്ട് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു. മറ്റൊരു സൈഡിൽ യഹൂദനായ യേശുവിന്റെ കൂടെ നടന്നിരുന്ന പത്രോസ് ഇതെല്ലാം ഈ ആഹാരം കഴിക്കണമെന്ന് പറയുമ്പോൾ യേശുവിന്റെ ടീച്ചിങ് എല്ലാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളത് എന്താണ്? തന്റെ പഴയ പാരമ്പര്യം. അപ്പൊ കണ്ടില്ലേ എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്? ഈ കൊർണേലിയോസ് എന്ന വ്യക്തി എന്തുകൊണ്ട് ഈ ദൂതനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം ശക്തമായി പറയുന്നു, ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് പത്രോസിനെ പോലെ കൊർണേലിയോസിന് ഇല്ലായിരുന്നു. കൊർണേലിയോസ് ദൈവം എങ്ങനെ ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചു, തന്നെയും അതുപോലെ സ്നേഹിക്കുമെന്ന് തനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. താൻ ഒരു ജൂയിഷ് കൺവേർട്ടായിരുന്നു. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ഇപ്പോഴും പഴയ യഹൂദ പാരമ്പര്യം. എന്നിട്ട് ദൈവം പറയാണ്, അപ്പോൾ പത്രോസിന്റെ റിപ്ലൈ എന്തോ? ഐ ഹാവ് നെവർ ഈറ്റൺ എനിത്തിങ് ഇംപ്യൂർ ഓർ അൺക്ലീൻ എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് വീണ്ടും സംസാരിക്കുന്നത്. അപ്പോൾ എ വോയിസ് സ്പോക്ക് ടു ഹിം എ സെക്കൻഡ് ടൈം, ഡു നോട്ട് കോൾ എനിത്തിങ് ഇംപ്യൂർ ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് ക്ലീൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. യഹൂദനെന്നോ യവനെന്നോ, യവനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും അതിനകത്ത് ദൈവത്തിന്റെ മനസ്സിൽ ഒരു ഡിമാർക്കേഷൻ ഇല്ല. എല്ലാ മനുഷ്യനും ഒരുപോലെയാണ്, യഹൂദനും യവനും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചു എന്തുകൊണ്ട് ഈ ദൂതൻ പത്രോസിന്റെ മുമ്പാകെ വന്നത്? കാരണം പത്രോസിന്റെ മൈൻഡ് സെറ്റ് ഡിഫറന്റ് ആയിരുന്നു. ഒരു പ്രിജുഡിസ്ഡ് മൈൻഡ് സെറ്റോടു കൂടിയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. യേശു പഠിപ്പിച്ചപ്പോഴും പറഞ്ഞെന്താണ്? യേശു സ്വർഗത്തിലേക്ക് അവരുടെ മുന്നിൽ വെച്ച് എടുക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത്, but you will receive the power when the Holy Spirit comes on you. ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വരുമ്പോൾ അവർക്ക് ശക്തി ലഭിക്കും. And you will be my witnesses in Jerusalem, in all Judea and Samaria and to the ends of the earth. ജെറുസലേമിലും യഹൂദിയയിലും ശമരിയയിലൊക്കെ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഭൂമിയുടെ അറ്റത്തോളം യഹൂദന്മാരുടെ അടുക്ക് മാത്രം പോയി സുവിശേഷം പറയാനായിട്ടായിരുന്നോ യേശു അവരോട് ഉദ്ദേശിച്ചത്? അല്ല, താൻ സുവിശേഷം എല്ലാ ജാതികളോട് പറയണമെന്നായിരുന്നു. പക്ഷേ ഈ കൊർണേലിയോസിന്റെ സമയത്ത് എല്ലാ യഹൂദന്മാരും വിശ്വാസം സ്വീകരിക്കുന്നതല്ലാതെ, യഹൂദന്മാരെല്ലാവരും യേശുവിനെ വിശ്വസിച്ച് മാറുന്നതല്ലാതെ ഒറ്റ നോൺ ജൂയിഷ് വ്യക്തി മാറുന്നില്ല. അപ്പൊ പത്രോസിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ ബ്ലോക്കാണ് ഈ ദൂതനെ തന്റെ അടുത്തിലേക്ക് എത്തുന്നതിന് പ്രിവെന്റ് ചെയ്തു. അത് കാരണം എന്തുകൊണ്ട് സംഭവിച്ചത്? കൊർണേലിയോസ് എന്ന് പറയുന്ന താഴ്മയുള്ള, ഹൃദയം തുറന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താഴ്ത്തുന്ന ആ ഒരു മനുഷ്യൻ, ജനുവിൻ ഹൃദയമുള്ള ആ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ മുമ്പാകെ ആരിറങ്ങി വരുന്നു? ആ ദൂതൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് പറഞ്ഞു, ചെല്ല് ജോപ്പയിലേക്ക് ആളെ അയക്കൂ. ആ ജോപ്പയിൽ നിന്ന് വരുന്ന സൈമൺ എന്ന് പറയുന്ന, ഷിമോൻ എന്ന പേരുള്ള പത്രോസ്, ആ പത്രോസ് വന്ന് നിങ്ങളോട് എന്താണ് സത്യം എന്ന് പറയും. ഇനി അടുത്തത്, ഈ കൊർണേലിയോസും പത്രോസ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് ആ 3 സോൾജേഴ്സിന്റെ കൂടെ കൊർണേലിയോസിന്റെ വീട്ടിൽ പോകുകയാണ്. അവിടെ ചെന്നതിന് ശേഷം മീറ്റ് ചെയ്യുമ്പോൾ പത്രോസ് എന്തുവാ സംഭവിച്ചെന്ന് പറയുന്നു. അപ്പോൾ കൊർണേലിയോസ് പറയാണ്, 4 days ago I was in my house praying at this hour. Suddenly a man in shining clothes stood before me and said, Cornelius, God has heard your prayer and remembered your gifts to the poor. Send to Joppa for Simon, who is also called Peter. He is a guest in the house of Simon the tanner, who lives by the sea. എന്നിട്ട് അദ്ദേഹം വളരെ താഴ്മയോട് ചോദിക്കുകയാണ്, So I sent for you immediately. Now we are all here in the presence of God
to listen to everything the Lord has commanded you to tell us. ഒന്ന് ഓർത്തു നോക്കി, വീണ്ടും ആ മനുഷ്യന്റെ താഴ്മ ഒന്ന് ഓർത്തു നോക്കി. 10 വർഷം കേവലം ഒരു യേശുവിന്റെ ശിഷ്യനായിരുന്നെങ്കിൽ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഇദ്ദേഹം ഒരു ശതാധിപനായിരുന്നു. എല്ലാവരും പറയാണ് ആ ദൈവത്തെ പുള്ളിക്ക് എന്തുമാത്രം അറിയാമെന്ന് ഓർത്തു. ഒരു യഹൂദന് പോലും ഇല്ലാത്തൊരു വിശ്വാസമാണ് കാണുന്നത്. Now we are all here in the presence of God to listen to everything the Lord has commanded you to tell us. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ പത്രോസ് എന്തോ പറയാൻ പോകുന്നുള്ളത് പുള്ളി സത്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ അതുകൊണ്ട് ദൈവം ദൂതനെ അയച്ച് പറയാണ്, വാ, ഇതാണ് ഞാൻ കമാൻഡ് ചെയ്തത് നിന്നോട്, എന്തോ നീ ചെയ്യുന്നത്. അപ്പോഴാണ് പത്രോസ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ സത്വർത്തമാനം, ആ സുവിശേഷം, ആ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുകയും അവിടെയുള്ള ആളുകൾ യേശുവിനെ അറിയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇത്രയും കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഈ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു അക്രൈസ്തവൻ എന്തുകൊണ്ട് ഈ ദൂതനെ അയച്ച് എന്തു മെസ്സേജാണ് ദൈവം പറയാൻ ഉദ്ദേശിച്ചത്? ദൈവം പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, മകനെ, നീ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നിനക്ക് നല്ല ഹൃദയമുണ്ട്, നീ എന്നെ ദൈവത്തെ, ഏകദൈവം എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ നീ അന്വേഷിക്കുന്നുണ്ട്, നീ ഒരു തുറന്ന ഹൃദയമുള്ള വ്യക്തിയാണ്. ഇത്രയും ഉള്ളത് കൊണ്ട് ഇതാ ഞാൻ നിന്നോട് പറയുന്നത് ഇതാകുന്നു, ഇതാണ് ഞാൻ നിനക്ക് കമാൻഡ് ചെയ്യുന്ന വഴി. എന്ത്? എന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക. യേശു ദൈവമായിരുന്നു, ദൈവത്തിന്റെ പുത്രനുമായിരുന്നു, ദൈവവുമായിരുന്നു. ബൈബിളിൽ പറയുന്നുണ്ട്, ആദ്യം ബൈബിളിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് വചനമാണെന്നാണ്. ഹി ഈസ് ദ വേർഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു സാമാന്യ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ട് യേശു ക്രിസ്തു, ഓക്കെ ശരി, ദൈവമാണ്, താനൊരു ദൈവമാണ്, ദൈവം മനുഷ്യനെ തീർന്നു, ജഡമായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കും? വളരെ സിമ്പിളായ ഒരു ഉത്തരവുണ്ട്. ബൈബിൾ റോമർ 8 ലേഖനത്തിൽ 6:23 പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. ഞാൻ വായിക്കാം. Romans chapter 6 verse 23. For the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. ഒരു വ്യക്തി ജനിച്ചു വീഴുമ്പോൾ തന്നെ പാപത്തിലായിരുന്നു എന്നാണ് ബൈബിൾ. ഒരു വ്യക്തി ജനിച്ചു വീഴുമ്പോൾ മുതൽ തന്നെ പാപത്തിലാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുമ്പോൾ പാപം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നതാണ് പലരും ചോദിക്കുന്നത് നോർമൽ ചോദ്യം. അതിനുള്ള ഉത്തരം, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന്റെ അമ്മ മറ്റൊരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഉടനെ ഉള്ളിൽ അസൂയുണ്ട്, ഓടി വന്ന് കരയും, വേണമെങ്കിൽ ഷൗട്ട് ചെയ്യുകയും ചെയ്യും. കാരണം എന്താണ്? കൊച്ചിനാരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ഒരു ഇൻഹറന്റ് പ്രോബ്ലമാണ് ഈ പാപം എന്ന് പറയുന്നത്. ഈ പാപവും ദൈവത്തിനും കൂടെ ഒന്നിച്ച് വസിക്കാൻ കഴിയില്ല. ഒന്നിച്ച് വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ദൈവവും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്, നമ്മൾ ദൈവം തമ്മിൽ ഒരു വിടവുണ്ട്. ആ വിടവ് നികത്തുവാനായിട്ടാണ് ബൈബിളിൽ 6:23 പറയുന്ന പോലെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിൽ നിന്ന് മോചനമില്ല. ഞാനിപ്പോ എന്റെ രക്തം മുഴുവൻ ചൊരിയുവാണെന്ന് വെച്ചോ, എന്തു പറ്റും? ഞാൻ മരിച്ചു പോകും, അല്ലെ? പക്ഷെ രക്തം ചൊരിഞ്ഞ് പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകുവാനായിട്ട് മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ ഇറങ്ങി വന്നു മനുഷ്യർക്ക് വേണ്ടി. ഇതാണ് ആ സുവിശേഷം, ആ സത്വർത്തമാനം. ആ ഗുഡ് ന്യൂസ് അറിയുവാൻ വേണ്ടിയാണ് ഈ കൊർന്നേലിയോസിനോട് ദൈവം ദൂതനെ അയച്ചും സ്വർഗത്തിൽ നിന്ന് ആളെ അയച്ചും. ജോപ്പ എന്ന് പറയുന്നത് എത്രയാണ്? 23-30 മൈൽ അപ്പുറയുള്ള ഒരു സ്ഥലമാണ്. ആ ഇത്ര എടുത്ത് നിന്ന് പറഞ്ഞയച്ചത് എന്തു പറയുവാനായിട്ടാണ്? ഈ ഗുഡ് ന്യൂസ്, രക്ഷ മനുഷ്യന് വന്നിരിക്കുന്നു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് ദൈവവുമായി വസിക്കാം. നീ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോഴും
മരിച്ചു കഴിഞ്ഞാലും നിനക്ക് സ്വർഗത്തിൽ പോകാം, ദൈവത്തോടു കൂടെ ചേർന്ന് വസിക്കാം. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവവും നിന്റെ അപ്പനായി, നിന്റെ പിതാവായി നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഈ കോവിഡ് സമയത്ത് അനേകർക്ക് വിഷമവും പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്? ആർക്കും വിശ്വാസമില്ല. യേശു പറയുന്നത് ഞാൻ തന്നെ, യേശു ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഓക്കെ, ഈ ട്രൂത്ത് അല്ലാതെ മറ്റൊരു ട്രൂത്ത് ഇല്ല എന്ന് വളരെ കൃത്യമായി യേശു പറഞ്ഞു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ യേശുവിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്, ഈ വിശ്വസിക്കണം എന്നുള്ള ആ മെസ്സേജ് കൊർന്നേലിയോസ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചത്. തന്റെ ശിഷ്യനായ പത്രോസിനെ ജോപ്പയിൽ നിന്ന് കൊർന്നേലിയോസിനെ അയച്ചത്. അതിനുശേഷം പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. Now I realize how true it is that God does not show favoritism but accepts men from every nation who fear him and do what is right. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പത്രോസിന് മനസ്സിലാകുന്നു, ദൈവം ആരോടും ഫേവറിറ്റിസം കാണിക്കുന്നില്ല. യഥാർത്ഥമായി ഇത് ഇനി പറയാനുള്ളത് വളരെ സിമ്പിളാണ്. ഇതിനോടുകൂടി ഞാൻ നിർത്തുകയാണ്. ദൈവം ആരോടും ഫേവറിറ്റിസം കാണിക്കുന്നില്ല. He accepts every man from every nation who fear him. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തു ചെയ്യുന്നു? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തുറന്ന ഹൃദയം. He who fears him and do what is right. അപ്പൊ ദൈവത്തിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. ദിസ് ഇസ് വാട്ട് യു കോൾ ഡൂയിങ് വാട്ട് ഇസ് റൈറ്റ്. റൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ്, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കൊർന്നേലിയോസിനോട് ദൂതനെ അയച്ച് ദൈവം പറയാൻ ആ മെസ്സേജ് എന്താണ്? പത്രോസ് പറയുന്നത് കേൾക്ക്. എന്ത്? യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ അപ്പോഴാണ് God does not show favoritism but accepts. ദൈവം എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നത്? men from every nation who fear him. ഒന്ന്, തന്റെ വചനത്തിൽ വിശ്വസിക്കുകയും തന്റെ വചനത്തെ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ കാണുകയും തന്റെ മകനിൽ വിശ്വസിക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന പോലെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ദൈവം നിന്നിൽ പ്രസാദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് വഴിയെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓർത്ത് കൺഫ്യൂഷനിലാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം യേശു മാത്രമാണ്. എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ യേശു വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ മറികടന്നതും ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷ്യമായി നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ വചനം കേട്ടിട്ട്, ഈ ഇത്രയും പറഞ്ഞ വചനങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് യേശുവിനെ, ദൈവം പറയും, ആ യേശുവിനെ തന്റെ ദൈവമായി തന്റെ രക്ഷിതാവായി അംഗീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചൊല്ലുക. കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ അത് ഏറ്റുപറയുന്നു കർത്താവേ. എന്റെ ഉള്ളിൽ പാപമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. കർത്താവേ, നിനക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല കർത്താവേ. കർത്താവേ, ഞാൻ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ. കർത്താവേ, ഇനി മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. എന്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അങ്ങ് തന്നെ എന്റെ ദൈവമാകുന്നു. എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല കർത്താവേ. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു കർത്താവെ. അങ്ങയിലുള്ള രക്ഷ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ വാക്കുകൾ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ രക്ഷ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ഇപ്പോൾ കേട്ട സുവിശേഷത്തിലൂടെ നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾ യേശുവിനോട് പറ. യേശു അതിൽ നിന്ന് നിങ്ങളെ മാറ്റുവാൻ മതിയായവനാണ്. ഈ വാക്കുകൾ
നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ബാക്കി വരുന്ന വീഡിയോസിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം.